ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. വെള്ളയപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഇതൊരു നാടൻ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പം കൂടുതൽ നല്ലതായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 4 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള എങ്ങനെ വേണമെങ്കിലും അറിയാം, ഇതുപോലെ ചെറുതായിട്ടോ അല്ലെങ്കിൽ നീളത്തിനോ എങ്ങനെയായാലും കുഴപ്പമില്ല, കാരണം മസാല നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ട് വാടി ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങണം. സവോള ഇതുപോലെ നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് നന്നായിട്ട് മാറണം. അതുപോലെ സവോള കുറച്ചും കൂടി നിറം മാറി വരണം. സവോള ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് വേവണം. തക്കാളി ഇപ്പോൾ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കണം. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളുടെ പച്ചപ്പ് നന്നായിട്ട് മാറി നല്ല മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കണം. മസാലയുടെ ചൂട് മാറിക്കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോരുത്, ഒത്തിരി ലൂസ് ആവാൻ പാടില്ല. കുറച്ച് കട്ടിക്ക് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മസാല ദേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം, ഇതിൽ കൂടുതൽ ലൂസ് ആവാൻ പാടില്ല. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീഡിയം സൈസിൽ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. ഇനി ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, ഒത്തിരി ആവശ്യമില്ല. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരിട്ട് എണ്ണയിൽ വെറുതെ ചിക്കൻ ഇടുവാണ് കേട്ടോ. ഇനി ഇത് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ ഈ പിങ്ക് കളർ മാറി ഒരു വെള്ള കളറിലാവണം, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ കണ്ടോ ഒരു വെള്ള കളറിലായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച ആ മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കനിൽ നന്നായി കോട്ടായി വരണം. ഇനി ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല, വെറുതെ ഇതുപോലെ ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മതി. ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കത് അടച്ചു വെക്കാം. അപ്പം ഞാനിത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ ചിക്കനിലോട്ട് മസാലയൊക്കെ കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ട്. എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ടും പിന്നെ മസാല അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിവിടെ 1.5 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ 2ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, അത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ വേണേലും എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പം ഈ ഗ്രേവി കുറച്ച് നല്ല കുറുകിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി വറ്റിപ്പോവില്ലെന്ന് വിചാരിച്ച് കൂടുതൽ വെള്ളമോ തേങ്ങാപ്പാലോ ഒന്നും ഇതിനകത്തേക്ക് ഒഴിക്കരുത്. കാരണം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ചിക്കനൊന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ ഈ ഗ്രേവി കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ഇടണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ അതിനകത്തോട്ട് നന്നായി പിടിച്ച് വരണം. അതിൽ ഗ്രേവിയും ആവശ്യത്തിന് കുറുകി വരണം. പിന്നെ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കണം. വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെയും ചേർത്ത് കൊടുക്കണം. ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് പിടിക്കണം.
ചിക്കൻ ഞാനിവിടെ വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായി പിടിച്ചു. ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഗ്രേവി ആവശ്യത്തിന് കുറുകിയിട്ടുമുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആദ്യം തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ ഉള്ള ഗ്രേവി പോലെയല്ല, കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ചിക്കനിൽ നിന്ന് വെള്ളം വരും. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ കറി ഏകദേശം റെഡിയായി. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത, അത്ര സ്പൈസി അല്ലാത്തൊരു കറിയാണ്. അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.